വാർത്താ ദിനം തുടങ്ങുന്നു. പ്രധാന വാർത്തകൾ. വീണ്ടും വീണ്ടും ജീവനെടുത്ത വന്യമൃഗങ്ങൾ. കോഴിക്കോടും തൃശൂരിലും ഇന്ന് മാത്രം കൊല്ലപ്പെട്ടത് 2 പേർ. അതിരപ്പള്ളിയിൽ സ്ത്രീയെ കാട്ടാന ചവിട്ടിക്കുന്നു. കക്കയത്ത് കാട്ടുപോത്ത് കർഷകനെ കുത്തിക്കുന്നു. വന്യജീവി ആക്രമണത്തിൽ കോഴിക്കോടും തൃശൂരും പ്രതിഷേധം. കക്കയത്തിറങ്ങിയ കാട്ടുപോത്തിനെ മയക്കുവെടി വെക്കുമെന്ന് AK ശശീന്ദ്രൻ. കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ നാളെ ഹർത്താൽ. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലും കോൺഗ്രസ് പ്രതിഷേധം. പൂക്കോട് വെറ്റിനറി സർവകലാശാല ഡീനിനും വാർഡനും സസ്പെൻഷൻ. ഡീനിന്റെ വിശദീകരണം VC തള്ളി. പ്രതിഷേധം കടുപ്പിച്ച പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ. അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് സിദ്ധാർത്ഥന്റെ പിതാവ്. ബില്ലുകളിൽ വീണ്ടും സർക്കാരിന് തിരിച്ചടി. ക്ഷീരസംഘം സഹകരണ ബിൽ രാഷ്ട്രപതി തള്ളി. അനുമതി ലഭിക്കാത്ത ബില്ലുകളുടെ എണ്ണം 4ആയി. മസാല ബോർഡ് കേസിൽ തോമസ് ഐസക്കിന് വീണ്ടും ED നോട്ടീസ്. കോടതി പറഞ്ഞിട്ട് ഹാജരാകാമെന്ന് തോമസ് ഐസക്. വീണ്ടും കുർബാന തർക്കം. എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്തിന് മുന്നിൽ സംഘർഷം. ചീരിതിരിഞ്ഞ് വിശ്വാസികൾ. പുരാവസ്തു തട്ടിപ്പ് കേസിൽ KPCC അധ്യക്ഷൻ K സുധാകരൻ 2ാം പ്രതി. ക്രൈംബ്രാഞ്ച് എറണാകുളം ACJM കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. കേസിൽ മോൻസൺ മാവുങ്കൽ 1ാം പ്രതി. $50 കോടി ക്ലബിലെത്തി ടൊവിനോ ചിത്രം അന്വേഷിപ്പിൻ കണ്ടെത്തും. കേരളത്തിലും പുറത്തും റെക്കോർഡ് കളക്ഷൻ. ചിത്രത്തിന്റെ OTT അവകാശം നെറ്റ്ഫ്ലിക്സിന്. വിശദാംശങ്ങളിലേക്ക് നോക്കാം. അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ മരിച്ചു. വാശുമരം ഊരുമൂപ്പൻ രാജന്റെ ഭാര്യ വത്സയാണ് മരിച്ചത്.